ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഐറ്റമാണ് ഇത് നമ്മുടെ ഈ കിനോവ എന്ന് പറയുന്ന ആൾ. ഇത് ചെറിയൊരു പുള്ളിക്കാരനല്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പല കളറിലും നമുക്കിത് മാർക്കറ്റിൽ നമുക്ക് കിട്ടും. വൈറ്റ് കളറിലും ബ്ലാക്കും പിന്നെ മൾട്ടി കളറിലും കിട്ടും. എങ്ങനെയൊക്കെ ഏത് കളറിലത്തെ കിനോവയാണെങ്കിലും സംഭവം സൂപ്പറാണ്. ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് നമുക്ക് കിനോവ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പുലാവ് ഉണ്ടാക്കുന്നതും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും അതുപോലെ നമുക്ക് പല രീതിയിലും ചെയ്യാം. ഓവർനൈറ്റ് ഓട്സിന് പകരമായിട്ട് നമുക്ക് കിനോവ വെച്ചിട്ടും ചെയ്യാം. നമ്മളിവിടെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമായിട്ടൊരു കിനോവ കഞ്ഞിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സാധാരണക്കാർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ കഞ്ഞി. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേരം, പ്രത്യേകിച്ച് ഡിന്നറിന് നമ്മൾ ചോറും ചപ്പാത്തി സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്ഥിരം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നമ്മുടെ കുറയാത്ത അസുഖങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ ഓവർ വെയ്റ്റും എല്ലാം കുറഞ്ഞ് നമുക്കൊരു ഹെൽത്തി നല്ലൊരു സുഖം കിട്ടും ഈ ഒരു ഭക്ഷണം രാത്രി കഴിച്ചിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കഞ്ഞിയാക്കണമെന്ന്. നമുക്ക് ഈ കിനോവയുടെ കൂടെ ചെറുപയറോ പരിപ്പോ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാം. ഞാൻ സാധാരണ ചെറുപയറുണ്ടല്ലോ, ചെറുപയറും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഒരു അര കപ്പ് റൈസും കിനോവയും പിന്നെ ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചെറുപയറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകും. ഇത് നല്ലോണം ഒന്ന് കഴുകി ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് തിരുമ്മി കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു കൈപ്രസം നമുക്ക് കഞ്ഞിയാക്കി കഴിയുമ്പോൾ ഒരു കൈപ്രസം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നല്ലോണം കഴുകി ഇതുപോലെ നമ്മുടെ ഒരു ചെറിയൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ വല്ലാതെ നമുക്ക് സംഭവം ചെറിയ തരി ആയതുകൊണ്ട് വെള്ളം ഊറ്റിക്കളയുക എന്ന് പറയുന്നത് ഒരു പണിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചായ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ചെറുപയർ ഉപയോഗിക്കുന്നില്ല, സാധാ കിനോവ മാത്രം ഇട്ടിട്ട് കഞ്ഞിയാണ് ചെയ്യണേ. നിങ്ങൾ ചെറുപയറും കൂടി എടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് ചെറുപയറും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് സംഭവങ്ങളും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ കറികളൊന്നും ഇല്ലെങ്കിലും വെറുതെ നമുക്ക് മോരുണ്ടല്ലോ, കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മോര് കൂട്ടിയിട്ട് പോലും നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മുതൽ 1.25 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർക്കാം. ഇനി വെള്ളം കുറഞ്ഞു പോയെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട. നമുക്കിത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം പോരായികയുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഒരു പിഞ്ച് ജീരകം, അതുപോലെ ഒരല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ടോ ചേർക്കാം. ഈ തൈറോയിഡും PCOD ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കിനോവ വെച്ചിട്ടുള്ള റെസിപ്പീസ്. കാരണം തൈറോയിഡ് ഉള്ളവർക്ക് ഗോതമ്പ് പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്തായാലും അവരുടെ ഡയറ്റിൽ ഈ ഒരു ഐറ്റത്തിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ ചെറുപയറും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10-15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിസിലും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ചെറുപയറുണ്ട്, നമുക്ക് വേവ് ഒന്നുകൂടി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 1-2 വിസിലടിച്ചാലും പ്രശ്നമില്ല. അത് ഓവറായിട്ട് വെന്തതായിട്ടൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് ബൗളിലോട്ട് പകർത്തി ഒഴിക്കുകയാണ്. നമ്മളിവിടെ ഇത്തിരി വെള്ളം ചേർത്തിട്ട് തന്നെയായിട്ട് എടുത്തേക്കണത്. അത്യാവശ്യം ലൂസ് പരുവത്തിൽ കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നല്ല അടിപൊളി നല്ല എരിവുള്ള സ്പൈസി നമ്മുടെ പച്ചപ്പയർ മെഴുക്കുവരട്ടിയുണ്ട്. അതുപോലെ ഞാനിവിടെ ഇരുമ്പമ്പുളിയുടെ അച്ചാറും സൈഡിലെടുത്തിട്ടുണ്ട്. പ്രഷറുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ആ ഭാഗത്തേക്കേ നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണ് ഉപ്പേരി എന്ന് വെച്ചാൽ മെഴുക്കുവരട്ടി ഉപ്പേരി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് വേറെ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇത് കഞ്ഞിയല്ലാതെ നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യണവർക്കും ഈ ജിമ്മിലൊക്കെ പോണവർക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ ഈ കിനോവ റൈസ് പരുവത്തിലും കുറച്ച് സാലഡും കുറച്ച് വെജിറ്റബിൾ ബട്ടറിൽ സോട്ട് ചെയ്തതൊക്കെ ആയിട്ട് കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും റിച്ചാണ്. അപ്പോൾ ഇതുപോലെയുള്ള കിനോവ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.